ഹായ് ഗായ്സ്, ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നമുക്ക് കുറീൻ്റെ പൈസ കൊടുക്കാണ്ടായിരുന്നു. അവിടെ ഒരു കുറി ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പൈസ കൊടുക്കാണ്ട് അങ്ങനെ നേരെ വീട്ടിൽ കയറാമെന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോവുക കേട്ടോ. എനിക്ക് പനിയും ജലദോഷവും കഫംകെട്ടും തൊണ്ടവേനയും എല്ലാ അസുഖങ്ങളും ഉണ്ട് കേട്ടോ 2 ദിവസമായിട്ട്. അപ്പോൾ ഭയങ്കര കൊള്ളി കഴിക്കാൻ പൂതി. പനി ആയിരിക്കുമ്പോഴാണല്ലോ നമുക്ക് ഓരോ ആഗ്രഹങ്ങൾ തോന്നുന്നത്. ചിക്കൻ കഴിക്കാൻ, മോര് കഴിക്കാൻ, കൊള്ളി കഴിക്കാൻ, എനിക്ക് അങ്ങനെയൊക്കെ ആഗ്രഹം തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കൊള്ളി കഴിക്കാൻ ആഗ്രഹം തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിൽ പോകുമ്പോൾ നമുക്ക് കൊള്ളി വാങ്ങിച്ചിട്ട് പോവാം. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് കൊള്ളിയും നല്ല കാന്താരിയൊക്കെ നിൽക്കുന്നുണ്ട് വീട്ടിൽ. അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് ചമ്മന്തിയൊക്കെ അരച്ചിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പോയേക്കാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ റെൻറ്റിനിരിക്കുന്ന സ്ഥലത്ത് വെച്ചെങ്കിൽ ഗ്യാസ് കഴിഞ്ഞേക്കാണ്. അപ്പോൾ ബുക്ക് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് ഗ്യാസ് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് അടുപ്പത്ത് കൊള്ളി ഉണ്ടാക്കാൻ എനിക്ക് മടി. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ വീട്ടിലേക്കല്ലേ പോണത്, അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് കൊള്ളിയൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. അങ്ങനെ ഞാനിതാ കൊള്ളിയൊക്കെ നന്നാക്കുന്നുണ്ട്. അപ്പോൾ ഇക്കാ പറഞ്ഞു ഞാൻ നന്നാക്കുന്നത് ശരിയല്ല, കാരണം ഞാൻ തോലിൻ്റെ കൂടെ തന്നെ കൊള്ളിയും ചെത്തി കളയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം നന്നാക്കുക പറഞ്ഞിട്ട് ഇക്ക എനിക്ക് കാട്ടിയിരട്ടെ അപ്പുറത്തെ സൈഡിലിരുന്നിട്ട് എങ്ങനെ ചെത്തുകയെന്ന്. അപ്പം ഞാൻ കാട് പറയാൽ ചിലതിങ്ങനെ കേടുണ്ടായിരുന്നു, കൊള്ളിയിൽ നല്ലതാ പറഞ്ഞിട്ടാണ് തന്നത്. പക്ഷേ അതിൽ ചിലതൊക്കെ തന്നെ നാശമായതായിരുന്നു. അപ്പോൾ ഉള്ളതൊക്കെ നല്ലതൊക്കെ നോക്കിയിട്ട് എടുത്തിട്ട് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. കൊള്ളി ആവണ സമയം വെറുതെ ഇരിക്കേണ്ട വെച്ചിട്ട് മുറ്റത്തൊക്കെ ഇറങ്ങിയിട്ട് മൃഗങ്ങളൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് മൃഗങ്ങളെ വലിയ ഇഷ്ടമൊന്നുമല്ല. എൻ്റെ വീട്ടിലെന്ന് വെച്ചെങ്കിൽ കുറേ മൃഗങ്ങളുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിലത്തെ മൃഗങ്ങൾ തന്നെ കാണുന്നതൊക്കെ. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും നോക്കേണ്ടത് ഇഷ്ടമല്ല. ഞങ്ങൾക്കെന്ന് വെച്ചെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ, ബാക്കിയുള്ള എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇതിനെ നോക്കാൻ വേണ്ടിയിട്ട് ഒരാളുണ്ട് കേട്ടോ അവിടെ. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആളുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഇന്ന് പശുവിനെ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ഞാൻ പശുവിനെ കണ്ടപ്പോൾ അതിനൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ മാത്രമല്ല കോഴികളുണ്ട്, കോഴിക്കുട്ടികളുണ്ട്. എന്താ ഈ കാണുന്നതിൽ ഫുള്ള് കോഴിക്കുട്ടികളുണ്ട് കേട്ടോ, ചെറിയ ചെറിയ കോഴിക്കുട്ടികൾ. പക്ഷേ എന്നെ തുറന്നിട്ട് വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവറ്റോൾ പുറത്ത് ഓടി കഴിഞ്ഞാൽ ഉമ്മ എന്നെ ഓടിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാഞ്ഞത്. പിന്നെ ആ മത്തങ്ങയൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പുറത്തെ സൈഡിലും വേറെ മത്തങ്ങ ഉണ്ട്. ഞാൻ ചെന്നപ്പോൾ അവിടെ ഒരു മത്തങ്ങ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ധാരാളം മത്തങ്ങ ഉണ്ടാവാറുണ്ട്. ഞങ്ങളിങ്ങനെ വരൂർ പള്ളിക്കൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ കുറേ ഉണ്ടാകുമ്പോൾ. പിന്നെ അടുത്ത വീടുകൾക്കൊക്കെ കൊടുക്കും. പിന്നെ പേർഷ്യൻ ക്യാറ്റ് ഉണ്ട് ഇവിടെ. ഇതിൻ്റെ കുട്ടികളിലൊക്കെ വിൽക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ 2 വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, ഓർഡർ ആയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. എനിക്കിതിൽ യൂട്യൂബിൽ തന്നെ കമൻറ്റ് ഇട്ടാൽ മതി. അങ്ങനെ പൂച്ചക്കുട്ടികളെയും ഒന്ന് വൈറലാക്കി അത് കഴിഞ്ഞിട്ട് ഇതാ മത്തങ്ങ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. പിന്നെ അതാ മത്തങ്ങയുടെ ഇല കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല പ്രോട്ടീനും വിറ്റാമിനൊക്കെ ഉള്ള മത്തേൻ്റെ ഇല ഉപ്പേരിയാണ് കേട്ടോ. പിന്നെ ഇതിൽ മുട്ട ചിക്കി പൊരിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നാളികേരമൊക്കെ ഇട്ടിട്ട് വെക്കാം കേട്ടോ, ചിരകിയിട്ടിട്ട്. അപ്പോഴും ടേസ്റ്റാണ്. ഈ മുട്ട ഇട്ടിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഇപ്രാവശ്യം ഞാൻ കഴിച്ചിട്ടില്ല. സാധാരണ തേങ്ങ ഇട്ടിട്ടാണ് വെക്കാറിട്ടെന്ന് ഒരു വെറൈറ്റി പോലെ വെച്ചതാണ് അവർ. കറക്റ്റ് 5:30 സമയം എന്നുണ്ടെങ്കിൽ ആടുകൾ വീട്ടിലെത്തും കേട്ടോ. എവിടെ ഉണ്ടെങ്കിലും ഏത് പറമ്പിലുണ്ടെങ്കിലും അങ്ങനെ 5:30 എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ആടുകൾ എല്ലാറ്റും കൂടിയിട്ട് കൂട്ടം പാഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ വീട്ടുകൾക്ക് വെള്ളമൊക്കെ പകർത്തി വെച്ചിട്ടില്ല കേട്ടോ. അതാണ് ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ മാറ്റി വെച്ച് കൊടുക്കും. ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൾ വരും. ഇപ്പോൾ ബാക്ക് കൂടെ ആളിങ്ങനെ എത്തുമ്പോഴേക്കും ആടുകളൊക്കെ വേഗം ഇവിടെ എത്തിയിട്ടുണ്ടാവും കേട്ടോ. അതാണ് കേട്ടോ ആൾ അതിനെ നോക്കാൻ വേണ്ടിയിട്ട്. ആൾക്ക് നല്ല വയസ്സായിട്ടുണ്ട് കേട്ടോ. ആദ്യമൊക്കെ കുറേ മൃഗങ്ങൾ വീട്ടിലുണ്ടായിരുന്നു. ഇപ്പോൾ ആൾക്ക് വയസ്സായിട്ട് നോക്കാൻ വയ്യാത്തതുകൊണ്ട് കുറേയൊക്കെ വിറ്റ് ഒഴിവാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കൊള്ളിയൊക്കെ ശരിയായിട്ടുണ്ട്. കൊള്ളിയും നല്ല കാന്താരി ചമ്മന്തിയാണ് കേട്ടോ കൂടെ ഉള്ളത്. പിന്നെ നമ്മളെ ഈ ചുട്ടരച്ച ചമ്മന്തിയിൽ അതും ഉണ്ട്. നല്ല ചൂട് കട്ടൻ ചായ ഉണ്ട് കേട്ടോ. അപ്പോൾ ചൂട് കട്ടൻ ചായയും കൊള്ളിയൊക്കെ കഴിക്കുമ്പോൾ തന്നെ എൻ്റെ തൊണ്ടവേദന കുറച്ച് കുറവ് പോലെ തോന്നിയിട്ടാ. പിന്നെ കാന്താരി ചമ്മന്തിക്ക് എരിവില്ലാത്ത പോലെ എനിക്ക് തോന്നുന്നത്. എന്താണെന്നാവോ, തൊണ്ടൊക്കെ അടഞ്ഞുകൊണ്ടാണോ ഇനി രുചിയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടാണെന്ന് അറിയില്ല. എന്തായാലും കാന്താരി ചമ്മന്തിക്ക് അധികം എരിവുണ്ടായിരുന്നില്ല. കുറേ കാന്താരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കെന്തോ ഇപ്പോൾ പ്രഗ്നൻറ്റും കൂടി ആയപ്പോഴാണ് കൂടുതൽ കൊള്ളിയും ഇങ്ങനത്തെ കാന്താരി ചമ്മന്തിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹം കേട്ടോ. പിന്നെ നമുക്ക് നല്ല ചൂടുള്ള കട്ടൻ ചായ കുടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആശ്വാസമാണ് ഉണ്ടാവുക തൊണ്ടവേദനയ്ക്കൊക്കെ. അപ്പോൾ അതും കുടിച്ചിട്ടുണ്ടായിരുന്നു. ചുക്ക് കാപ്പി ഉണ്ടാക്കാതാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ചുക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ കട്ടൻ ചായ എടുത്ത് കുടിച്ചു കേട്ടോ. നമ്മുടെ തക്കുടൂസും റിച്ചൂസൊക്കെ അപ്പുറത്തിരുന്ന് TV കാണുന്നുണ്ട്. പിന്നെ അവിടെ എൻ്റെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവരായിട്ടിരുന്ന് കളിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ നോക്കി നടക്കേണ്ട ആവശ്യമില്ല. അവരിങ്ങനെ എൻ്റെ കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ കളിച്ചിട്ടൊക്കെ നടന്നോളും. എനിക്ക് നന്നായി റെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ആസ്വദിച്ച് ചായ കുടിക്കാനും ഒക്കെ പറ്റും. വീട്ടിലാവുമ്പോൾ അവരും നോക്കി അവരും കൂടെ എത്തിയിട്ടൊക്കെ ഇട്ട് കഴിക്കുക. പിന്നെ ശങ്കരേട്ടൻ നാട്ടി അച്ചാച്ചൻ്റെ പേര്. ആളിതാ ആടിനൊക്കെ വെള്ളം കൊടുത്ത് കൂട്ടി കയറ്റിയിട്ട് ചായ ഇരുന്ന് കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. പുതിയ വ്ളോഗ് വരെ ബൈ ബൈ.